പണ്ട് കാർന്നോമാർ പറയും, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണെന്നല്ലേ. നമ്മുടെ ശരീരത്തെ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കാൻ നമുക്ക് എത്ര പറ്റുമോ അതാണ് നമ്മളുടെ ജീവിത വിജയത്തിന് വേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ നമ്മൾ ഇന്നൊരു റോ സാലഡ് ഉണ്ടാക്കുകയാണ്. നമുക്കതിനു വേണ്ടി ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് ചെറുപയർ മുളപ്പിച്ചത്, തക്കാളി, ക്യാരറ്റ്, കോവയ്ക്ക, സവോള, അല്പം എള്ള്, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സാലഡാക്കിയിട്ട് എടുക്കണം. ഇതാ നമ്മൾ ക്യാരറ്റും കുക്കുംബറും തക്കാളിയും എല്ലാം നമ്മളിത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതാ നമ്മൾ മുളപ്പിച്ച് വെച്ച ഈ ചെറുപയറിനകത്തേക്ക് നമ്മളിത് ക്രഷ് ചെയ്തെടുത്ത വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ കുറച്ച് എള്ളും കൂടി നമ്മൾ ആഡ് ചെയ്യുക. ഇനി അല്പം കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ആ ചെറുപയർ, മുളപ്പിച്ച ചെറുപയറൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ആ മുളപ്പിച്ച ചെറുപയറും നമ്മുടെ ക്യാരറ്റും കുക്കുംബറും സവോളയും പച്ചമുളകും കുരുമുളക് പൊടിയും എള്ളും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ. കണ്ടോ, ഇനി അതിനകത്തേക്ക് നമ്മൾ ഒരു നാരങ്ങ അല്പം ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കണം. ഇപ്പം എല്ലാം കൂടെ കൊണ്ട് നല്ല ടേസ്റ്റുള്ള മുളക് ഉപ്പ് ശരിയാണ്, ഉപ്പും മുളകും പുളിയൊക്കെ പാകത്തിനായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഭംഗിയുള്ള ടേസ്റ്റുള്ള നല്ല സുന്ദരൻ റോ സാലഡ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്പൈസി റോ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ സാപ്പിൻസിൻ്റെ ഒരു പാക്കറ്റ് തൈരും കൂടെ ഒഴിച്ചു കൊടുത്താൽ വളരെ ഹെൽത്തി ആയിരിക്കും. നമുക്കിന്ന് അതിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാലഡായിട്ട് മാത്രമാണ്, ചപ്പാത്തിക്കാവുമ്പോൾ ഇങ്ങനെ കഴിക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. തൈര് ചേർക്കുന്നതിൽ നല്ലത് നമ്മളിങ്ങനെ വെറുതെ കഴിക്കുന്നതാണ്. തൈര് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക്, തൈരിനോട് ആഗ്രഹമുള്ളവർക്ക് തൈര്, സാപ്പിൻസിൻ്റെ കട്ട തൈര് വാങ്ങണം. അതും കൂടി ചേർത്ത് ചപ്പാത്തിയും ഈ റോസ് സാലഡും എല്ലാം കൂടെ കഴിച്ചാൽ വളരെ നല്ലതാണ് ഡിന്നറിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നാളെ കാണാം. ബൈ.